ഇന്നെന്താ വിശേഷം എന്നല്ലേ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സാധാരണ പോലെ തന്നെ നമ്മൾ മുറക്കെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു പൈനാപ്പിൾ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് കുറച്ച് വഴുതിനിങ്ങായിട്ട് പൊട്ടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ കറുപ്പ് വഴുതിനിങ്ങയും പച്ച വഴുതിനിങ്ങയും 1.5 അടിയുള്ള നീളമുള്ള വഴുതിനിങ്ങയും ഒക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മൾ നേരെ പടവലങ്ങ പൊട്ടിക്കാനായിട്ട് പോണത്. 3 പടവലങ്ങ ആട്ടോ നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയത്. പക്ഷെ പടവലങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ, നമ്മുടെ സുന്ദരിച്ചീര അരിയാനാണ് ഇനി പോണത്. സുന്ദരിച്ചീര ആണെങ്കിൽ ഓരോ വട്ടം അരിയും തോറും നോക്കി നല്ല ഭംഗിയായിട്ട് തഴച്ച് വളർന്ന് വരാം കേട്ടോ. സുന്ദരിച്ചീര അരിയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു വിഷമമാണ്, അത് അരിഞ്ഞെടുക്കാൻ എന്തോ ഒരു സങ്കടമാണ്, കാരണം അത്രയും ഭംഗിയാണ്. പിന്നെ നമ്മുടെ മയിൽക്കിലിശ്ശേരി ആട്ടോ അരിയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പുതിയതായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് ആട്ടോ ഇപ്പോൾ ജാക്ക് ബീൻസ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തടത്തിൽ കുറച്ച് വളമൊക്കെ ഇടണം. അപ്പോൾ പുല്ലുണ്ടായിരുന്നതൊക്കെ വലിച്ചു കളഞ്ഞ് അതിലേക്കുള്ള വളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളിതാ കൂർക്കത്തലയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കൂർക്കത്തല നടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നട്ടു കൊടുത്തു. അതിനുശേഷം നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മുടെ പൈനാപ്പിൾ കൊണ്ട് ഒരു അടിപൊളി കറിയൊക്കെ ആട്ടോ നമ്മൾ ഉണ്ടാക്കി